കേരള തീരത്ത് കണ്ടെയ്നറുകളുമായി മുങ്ങിയ MSC എൽസ ചരക്കു കപ്പലിന്റെ അപകടത്തിൽ ഉടമകളായ കമ്പനിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കും. കേസിൽ പ്രതിയാക്കിയെങ്കിലും കമ്പനി ഉടമയെപ്പറ്റി വിവരമില്ല. കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഉടമയെ കൂടി ഉൾപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത്. മെയ് 25-നാണ് കപ്പൽ മുങ്ങിയത്. തോട്ടപ്പള്ളി തീരത്തുനിന്ന് 27 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം കടലിനടിയിലുള്ള MSC എൽസ 3 പുറത്തെടുക്കാൻ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും കാത്തിരിക്കണമെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കേരള തീരത്ത് MSC എൽസ 3 കപ്പൽ മുങ്ങിയതിനു ശേഷമുള്ള നിഗൂഢതകൾ മാസങ്ങളായിട്ടും നീങ്ങിയിട്ടില്ല. സംസ്ഥാന സർക്കാർ, ദുരന്ത നിവാരണ അതോറിറ്റി, ഷിപ്പിംഗ് മന്ത്രാലയം എന്നിവരൊന്നും കൃത്യമായ ഉത്തരം നൽകുന്നില്ല. ഇപ്പോൾ കപ്പൽ എവിടെയാണെന്നതിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ഇല്ലായിരുന്നു. എന്തായാലും കപ്പൽ കമ്പനിക്കെതിരെ കേസെടുത്ത സംസ്ഥാന സർക്കാർ 9531 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. എന്നാൽ രേഖകളൊന്നും കോടതിയിൽ നൽകിയിട്ടില്ല. അപകട സമയത്തെ കപ്പലിന്റെ വോയേജ് ഡേറ്റ റെക്കോർഡർ, വോയേജ് ചാർട്ട് എന്നിവയാണ് സമർപ്പിക്കേണ്ടത്. കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്താണെന്ന് വ്യക്തമാക്കുന്ന കാർഗോ മാനിഫെസ്റ്റ് പോലും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. കപ്പൽ മുങ്ങിയതിൽ തങ്ങൾക്കുള്ള നഷ്ടപരിഹാര ബാധ്യത 132 കോടി രൂപയാണെന്ന് കമ്പനി നോട്ടീസ് പരസ്യപ്പെടുത്തി നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളവരും നാശനഷ്ടം അവകാശപ്പെടുന്നവരും കോടതിയിൽ ഹാജരാകണമെന്ന് നേരത്തെ കപ്പൽ കമ്പനി ആവശ്യപ്പെട്ടിരുന്നു.